ഹായ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്ന് ലീവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നെന്താ ദിവസം? വ്യാഴം. ഗൈസ് എനിക്ക് ചുമയാണ്, അതുകൊണ്ട് സൗണ്ട് ഇന്ന് വ്യാഴാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചക്കുള്ള ലീവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ ചെറിയൊരു ഷോർട്ട് പാക്കിങ്ങിൻ്റെ വീഡിയോ കാണിച്ചു തരാം ഗൈസ്. ആർദ്ര ഇവിടെ പാക്കിങ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതെ, കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ പാക്ക് ചെയ്യാണ്. അറിയില്ല, ഇല്ലെങ്കിൽ ഈ പാക്ക് ചെയ്താലും നിങ്ങൾ തിരിച്ചെടുത്ത് വെക്കുന്നതായിരിക്കും. ഞാനിത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാഗെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് വെക്കണം. അമൃത ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം ഓൾ എന്തായാലും പോകുന്നുള്ള ഒരു ഇതിലായിരുന്നു പാക്ക് ചെയ്ത് വെച്ചു. കാരണം ഓളെ അമ്മ ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഓൾ എന്തായാലും പോവും. ലീവ് കിട്ടിയില്ലെങ്കിൽ ലീവ് എടുത്തിട്ട് പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് ഓള് എന്തായാലും പോകുന്നുള്ള ഉറപ്പിൽ പാക്ക് ചെയ്ത് വെച്ചു. പക്ഷെ ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ ലീവ് കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പില്ല, എടുത്തു വെക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നാണ് പാക്ക് ചെയ്യണേ. ഓള് മുന്നേ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. വിടുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് അതുണ്ടാവും. ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നില്ല ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ. ബൈ ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ലീവ് കിട്ടി. പിന്നെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുള്ള് തിരക്കിലാണ് ഗൈസ്. അപ്പോൾ ഞാൻ പോകാൻ ധൃതി പിടിച്ചിരിക്കുന്ന രണ്ടാൾക്കാരെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, അബിയ റെഡി ആയി കഴിഞ്ഞു. അബി ഇപ്പോൾ പോവാം. അബിക്ക് കുറച്ച് നേരത്തെയാണ് ട്രെയിൻ. അബിയ ബൈ ബൈ. ബൈ ബൈ. അപ്പം സോനുണ്ട്. സോന പോവാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് ഗൈസ്. സോനെ ബൈ ബൈ. ഒന്ന് പോവോ? 8 ദിവസം കഴിഞ്ഞ് കാണാം ഗൈസ്. ലീവ് കിട്ടി ഗൈസ്. നമ്മൾ പോവാണ് ഗൈസ്. പക്ഷെ നമുക്ക് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഞങ്ങള് ഭയങ്കര ധൃതി പിടിച്ചിറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് കോളേജിന്റെ ഫ്രണ്ടിലെത്തി. അപ്പം സോനയിൽ ഓട്ടോയിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ ഓട്ടോയിൽ കയറി നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോവും. അപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം എന്താ പോവാണ്. ബൈ ബൈ ഗൈസ്. എനിക്ക് മജസ്റ്റിക്കിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ ഇവക്ക് മജസ്റ്റിക്കിൽ മെട്രോയിൽ പോകണം. അപ്പം എനിക്ക് മജസ്റ്റിക്ക് പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ ഒരേ സ്ഥലത്തോട്ടേക്കാണ് ആദ്യം പോകണത്. അതുകൊണ്ട് ഒരു ബസ്സിൽ പോവല്ലേ. ആടുന്ന് ബൈ പറയും. ബൈ ബൈ. നേരത്തെ ട്രെയിനാന്ന് പറഞ്ഞ് ആദ്യം ഇറങ്ങിപ്പോയ അബിയ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തും വരെ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരേ ബസ്സിൽ തന്നെ ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. നേരത്തെ പോയതുകൊണ്ട് അവള് മഴ നനഞ്ഞു, ഞങ്ങൾ മഴ നനയാണ്ട് എത്തി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പാത്ര പോവാണ്. ബൈ ഗായ്സ്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ആദ്യം ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഉച്ചക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം അതിന് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഞാൻ പോയി ഒരു മസാല ദോശയും ചായയും വാങ്ങി കഴിച്ചു. ഞാൻ റെയിൽവേയുടെ ഫുഡ് കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇപ്പുറത്തോട്ടേക്ക് വന്നിട്ടൊരു ഹോട്ടലിൽ പോയാണ് കഴിച്ചത്. ഗൈസ്, എൻ്റെ ട്രെയിൻ ആക്ച്വലി 9 മണിക്കാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ 7:30 ആയുള്ളൂ. ഞാനിവിടെ എത്തി. ഞാൻ നേരത്തെ ഇറങ്ങി, കാരണം ലേറ്റ് ആവേണ്ട വിചാരിച്ച്. ട്രാഫിക്കൊക്കെ അല്ല, അപ്പം ഞാൻ ലേറ്റ് ആവേണ്ട വിചാരിച്ചിട്ട് അവിടെ ഒന്നിച്ച് തന്നെ ഇറങ്ങി. അപ്പം എൻ്റെ കൂടെയുള്ള, ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കുള്ളൂ. അപ്പം എൻ്റെ കൂടെയുള്ളവർ വരുന്നുണ്ട് അത്ര. അപ്പോൾ അവർ വന്നപ്പോൾ കാണിച്ചത് ഗൈസ്. ഇവിടെ ഫുൾ സൗണ്ടാണ്. ഞാൻ അതുകൊണ്ട് അധികം വീഡിയോ എടുക്കില്ല. ബായ് ജന. ആദിത്യ ഒരു ഹായ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിയ രണ്ടും ജസ്റ്റ് നോക്കാതെ. ലക്ഷ്മി നേത്രക്ക് നാണാണ് ഗൈസ്. ഇത് ഹർഷിത, ഇത് ലക്ഷ്മി നേത്ര. ലക്ഷ്മി നേത്രക്ക് കണ്ണൂർ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഞാനും ഹർഷിതയും ഒരു സ്റ്റോപ്പാണ്, കനങ്ങാട്. ഞാനും ഹർഷിത ഒരു സ്റ്റോപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു, പാറും ആദിത്യം. അവർ വേറെ കമ്പാർട്ട്മെന്റിൽ കയറി, ഞങ്ങൾ ഇതിൽ കയറി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. രാവിലെ എത്തിയിട്ട് കാണിക്കാം ഗൈസ് ബാക്കി. രാത്രി നല്ല ഉറക്കൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തുന്നതിന് മുന്നേ ഒന്ന് മുഖമൊക്കെ കൈയൊക്കെ ഫ്രഷായി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെയും ഹർഷിതയുടെ സ്റ്റോപ്പ് എത്തി. അങ്ങനെ ലക്ഷ്മി നേത്രയോട് ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഹർഷിതയുടെ ഹായ് പറഞ്ഞ ഗൈസ്. മഴയാണ് ഗൈസ്. നല്ല മഴയാണ് ഗൈസ്. നാട്ടിലെത്തിയപ്പോൾ നമുക്ക് മഴ കിട്ടി. അതെ, മഴ
പക്ഷെ കൊടയില്ല, അതാണ്. കൊടയുണ്ട് പക്ഷെ നമുക്ക് ബാഗിൽ നിന്ന് എടുക്കാൻ മടിയാണ് ഗൈസ്. പിന്നെ എനിക്കാണെങ്കിൽ കൊടയില്ല, അപ്പൊ പിന്നെ നല്ല പോവാം. അതെ, പനി പിടിച്ച് കിടക്കാം. ഗൈസ് ഞങ്ങൾ ബസ് കയറാൻ വന്നു. ഹർഷിതക്ക് വേറെ ബസ്സാണ്, ഞാൻ വേറെ ബസ്സിലാണ് വന്നത്. അപ്പൊ ഹർഷിത ബൈ വേറെ ബസ്സിൽ പോകണം. ആദ്യമൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല വില ആയതുകൊണ്ട് കാഞ്ഞങ്ങാട് വരെ തന്നെ കൂട്ടാൻ വരായിരുന്നു അച്ഛൻ. പിന്നെ അത് പെരിയാട്ടടുക്കത്തേക്ക് മാത്രം കൂട്ടാൻ വരാൻ തുടങ്ങി. ഇപ്പാണെങ്കിൽ പെരിയാട്ടടുക്കത്തുനിന്ന് പോലും ഞാൻ ഓട്ടോ പിടിച്ചാണ് വീട്ടിലേക്ക് പോയത്. ഗൈസ് ഞാൻ വീട്ടിലെത്തി. ഒരു ഹായ് പറ അച്ഛമ്മേ. ഹായ്. ആ അതെ ഹായ്. ഒരു ഹായ് പറഞ്ഞേ. ബൈ ഗായ്സ്.